നമസ്കാരം, ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാവൂർ പഞ്ചായത്ത് 7-ാം വാർഡ് കണ്ണിപറമ്പിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചതാണെങ്കിൽ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റ് ഇടത്തോട്ടും വലത്തോട്ടുമാവാം. വോട്ടർമാരെ പരിചയപ്പെടാം. 666 പുരുഷന്മാരും 726 സ്ത്രീകളുമടക്കം ആകെ വോട്ടർമാർ 1392. സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക്. ഞങ്ങളോട് കൂടെ മാവൂർ പഞ്ചായത്ത് 7-ാം വാർഡ് LDF സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നു. എൻ്റെ പേര് ശിവദാസൻ നായർ, ശാരദ ശിവദാസൻ നായർ. കന്നിപറമ്പ് തന്നെയാണ് വീട്. ഞാൻ മത്സരിക്കുന്നത് 7-ാം വാർഡിൽ. ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 100 മീറ്റർ അകലെ ആണ് ഈ പറഞ്ഞ വാർഡ്. രാഷ്ട്രീയ വളർച്ച എങ്ങനെയൊക്കെ? നേരത്തെ കോൺഗ്രസ്സിലാണ്. നേരത്തെ എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചതും കോൺഗ്രസ് ആ കുടുംബത്തിലാണ്. പിന്നെ 2015 ഞാൻ ഈ CPM ആയിട്ട് പാർട്ടിയിലേക്ക് വരുന്നത്. 2015 സെപ്റ്റംബർ 27. ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? ഞാൻ യൂത്ത് കോൺഗ്രസ് സാധാരണ നിലയ്ക്ക് യൂത്ത് കോൺഗ്രസ് അത് വരുന്നതിന് മുന്നേ സാധാ നിലയ്ക്കുള്ള പ്രവർത്തനം ഉണ്ടല്ലോ. അതിനുശേഷം കോൺഗ്രസ് മണ്ഡലം വാർഡിന്ന് തുടങ്ങിയിട്ട് മണ്ഡലം ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി മെമ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ വാർഡ് LDFനെ തുണച്ചിടുന്നൊരു വാർഡാണ്. എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? എടുത്തു പറയുന്ന നേട്ടങ്ങൾ. നേരത്തെ ഞാൻ ഈ വാർഡിൽ ഒരിക്കലും മത്സരിച്ചിട്ടുണ്ട്. അന്ന് ഇപ്പം നിലവിൽ അവിടുത്തെ അന്നത്തെ യാത്രാ കലാശം 1979 നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ഈ മാവൂർ പഞ്ചായത്തിൽ ഇന്ന് കാണുന്ന 5, 6, 7 ഈ മൊത്തം 3 വാർഡും അന്ന് 4-ാം വാർഡാണ്. അതിൻ്റെ ശേഷമാണ് ഇതൊക്കെ ഇങ്ങനെ ആയത്. അന്നത്തെ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളെ മുക്കുന്ന് കുറ്റിക്കടവിലേക്കുള്ള റോഡ് അത്. അതേപോലെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടല്ലെങ്കിൽ ഇന്ത്യൻ കൂടി സഹകരണത്തോടു കൂടെ ചാത്തമംഗലം പഞ്ചായത്തും മാവൂർ പഞ്ചായത്തും കൂടി അന്ന് ക്രാഷ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അതിലാണ് ഈ പറഞ്ഞ തെങ്ങൽക്കടവ്, മൂഴാപ്പാലം, ചാത്തമംഗലം റോഡ് ഒക്കെ അത് മറ്റൊരു നിലയ്ക്ക് വന്നതാണ്. അതിൻ്റെ ശേഷമുള്ള മെയിൻ്റനൻസ് അതൊക്കെ ഇതിൻ്റെ കാലത്ത് വന്നതാണ്. പിന്നെ അതിൻ്റെ ശേഷം ഒരിക്കൽ കൂടെ ഞാൻ ആ വാർഡിൽ മത്സരിച്ചിട്ടുണ്ട്. അന്ന് വളരെയധികം ബുദ്ധിമുട്ടുള്ള യാത്ര. ഇതൊക്കെ കുന്നുകളാണ് കൂടുതൽ. കനിയാരക്കുന്ന്, കായക്കൂട് കുന്ന്, തലപ്പണക്കുന്ന്, അങ്ങനെ പറഞ്ഞ പരുത്തിപ്പാറക്കുന്ന്, ധാരാളം കുന്നുകൾ. അവിടേക്കൊക്കെ യാത്ര വീട്ടുകാർക്ക് കയറിപ്പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള അങ്ങനെ ഒരു റോഡാണ് കുറ്റിക്കടവ്, മൂഴാപ്പാലം, സങ്കേതം റോഡ്. ആ റോഡ് ആളുകൾക്ക് ഇപ്പോൾ വളരെയധികം സൗകര്യം. ഞാൻ ആ കാലത്ത് വന്നതിൻ്റെ ശേഷം കുറച്ചും കൂടെ ടാർ വർക്ക് മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അക്കാലത്ത് രൂപം കൊടുത്തതാണ്. അതേപോലെ ഈ കൂഴമ്പ്ര കാവ് ചാത്തമംഗലം പഞ്ചായത്തിനെ ടച്ച് ചെയ്യിക്കാൻ. അതേപോലെ മറ്റൊരു റോഡ് പൂനിച്ചുമാട് കോളനി റോഡ്. അത് കാര്യപ്പെട്ട പ്രധാനപ്പെട്ട മൂഴാപ്പാലം അതേപോലെ കുടിവെള്ളം മൂഴാപ്പാലം. മറ്റൊന്ന് കുറ്റിക്കടവെന്ന് എക്കായക്കോട് കുന്നുമ്മലിക്കും. മറ്റത് മൂഴാപ്പാലം പറഞ്ഞത് തലപ്പണ കുന്നലിക്കും. കുടിവെള്ളം ഇതൊക്കെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാന മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്? പൂർണ്ണമായിട്ടുണ്ട് എന്ന് പറയാനായിട്ടില്ല. ഇപ്പം ദിവസം ചെല്ലുന്തോറും പ്രശ്നങ്ങൾ അസൗകര്യങ്ങൾ കൂടി വരികയാണ്. അതിപ്പം ജനസാന്ദ്രതയ്ക്കനുസരിച്ച് അപ്പോൾ അവിടെയൊക്കെ അപൂർണതകളുണ്ട്. പൂർണ്ണമായി എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം? വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഒന്ന് വളരെ നേരത്തെ തന്നെ കുടിവെള്ള ക്ഷാമം അനുഭവിച്ച ഒരു ഇതാണ് കൂനിച്ചുമാട് കുന്ന് കോളനി, അരിജൻ കോളനി. അതേപോലെ ഇവിടെ ഒരു കണിയാരക്കുന്നുണ്ട്. ആ കോളനികൾക്ക് ആദ്യമായിട്ട് ഈ മാവൂര് ഈ പ്രദേശത്ത് വന്ന ഒരു കുടിവെള്ള പദ്ധതി. ഇപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം അപര്യാപ്ത. ഈ കുടുംബങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ അപ്പോൾ കണിയാരക്കുന്നിൻ്റെ പ്രശ്നം നേരത്തെ ഇവിടെ ഒരു കിണർ കുത്തി അത് പരിഹരിച്ചു. മറ്റേതിൻ്റെ അകത്ത് കനാലിൽ വെള്ളം വരുമ്പോൾ മാത്രമേ ഇപ്പം വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ അതിനെ ഇപ്പം നിലവിലുള്ള ആ കുടിവെള്ള പദ്ധതി മാറ്റല്ല കൂനിച്ചുമാട് കുന്നലിക്ക്
ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുക്കും. എന്നിട്ട് ഇപ്പോൾ ഉള്ള കിണർ അതിൽ നിന്ന് അങ്ങോട്ട് എക്കായിക്കോട് കുന്ന് വളരെ അടുത്താണ്. എക്കായിക്കോട് കുന്നിൻ്റെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ അങ്ങോട്ട് കണക്ഷൻ കൊടുക്കും. ഫസ്റ്റ് പ്രയോറിറ്റി അത്. മറ്റൊന്ന്, ഇവിടെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ കുറ്റിക്കടവ് പുഴയിലൊക്കെ വെള്ളം കയറിയാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മൂഴാപ്പാലം കുറ്റിക്കടവ് റോഡ്, അത് പെട്ടെന്ന് വെള്ളം നിറയും. പെട്ടെന്ന് വെള്ളം നിറഞ്ഞാൽ ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതി വരും. അത് മണ്ണിട്ട് ഉയർത്തി കെട്ടി ടാർ വർക്ക് ചെയ്ത് യാത്രാ ദുരിതം പരിഹരിക്കും. ആ സീസണിലും ഇപ്പോഴും അതെ. ഇപ്പം പിന്നെ യാത്രാ ദുരിതമല്ല, ആ സമയത്ത് മഴക്കാലത്ത് അത് പരിഹരിക്കാൻ ഒരു ഇതാണ്. പിന്നെ ഈ കുന്നിൻ്റെ മുകളിലേക്കൊക്കെ പല സ്ഥലത്തും വഴികൾ പിന്നെ നിർമ്മിച്ചതുകൊണ്ട് നിർമ്മിക്കാത്തതുകൊണ്ട് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ പഴയ പോലെയല്ല. അന്നൊക്കെ ഒരു ഫണ്ട് കിട്ടാത്തൊരു കാലത്ത്, ഇന്നിപ്പോൾ ഫണ്ടൊക്കെ ധാരാളമുണ്ട്. ഇത്ര മീറ്റർ എന്നുള്ളൊരു കണക്കൊന്നുമില്ല. ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. അതിലിപ്പോൾ കായക്കോട് കുന്നിലേക്കുണ്ട്, പിന്നെ ഒന്നല്ല, കായക്കോട് കുന്നിലൊക്കെ 2 എണ്ണം ഉണ്ട്, 2 ഉം 3 ഒക്കെ ഉണ്ട്. പിന്നെ മറ്റൊന്ന് പിന്നെ ഇരിക്കാലക്കൽ വഴി, പിന്നെ ഈ കൂനിച്ചുമാട് കുന്ന്, അവിടെ ഒരു ഭയങ്കര കയറ്റാണ്. ആ കയറ്റം കഴിഞ്ഞിട്ടുണ്ട് ഈ മാവൂർ പഞ്ചായത്തിലെ ജനങ്ങൾ താമസിക്കുന്നു. അവിടേക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും. അവിടെ കയറ്റം കുറയ്ക്കുക, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ കൂഴമ്പറ റോഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കൂഴമ്പറ റോഡ് പിന്നെ കുറച്ച് ഭാഗം മാത്രമേ പിന്നെ യാത്രാ സൗകര്യം, പിന്നെ റോഡൊക്കെ ക്ലിയറായി. അത് ചാത്തമംഗലം പഞ്ചായത്തായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണതയിലെത്തിയില്ല. അത് യാത്രാ സൗകര്യം ഉണ്ടാക്കും. മറ്റൊന്ന്, അരയങ്കോട് മുക്കുന്ന് ഈ പിന്നെ പരുത്തിപ്പാറേൻ്റെ മുകളിൽ നിന്ന് അവിടെ നിന്ന് ഒരു റോഡ് താഴേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു പിന്നെ റോഡ് നല്ല വീതിയുള്ള റോഡാണ്. അതിന് പിന്നെ യാത്രാ ദുരിതം പരിഹരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം, അങ്ങനെ ഒരുപാട് ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതിപ്പോൾ എന്നെ പറയാന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ എടുത്ത് എഴുതിയാലേ ഇപ്പോൾ കൃത്യമായിട്ട് അറിയുള്ളൂ. അതിന് മാത്രമുണ്ട്. പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കും, എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? 100% ആത്മവിശ്വാസമുണ്ട് അക്കാര്യത്തിൽ. എന്തായിരുന്നാലും ഞങ്ങളോട് തുടർന്ന് അതിയായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും. ഞങ്ങളോടുകൂടെ മാവൂർ പഞ്ചായത്ത് 7-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയാണ്. നിലവിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അദ്ദേഹം നിങ്ങളോട് പരിചയപ്പെടുന്നു. ഞാൻ KM അപ്പുകുഞ്ഞൻ, മാവൂർ പഞ്ചായത്തിലെ 7-ാം വാർഡായ കണ്ണിപ്പറമ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. വളരെയധികം വിജയ പ്രതീക്ഷയോട് കൂടിയാണ് മത്സരിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ 2010 ഇതേ വാർഡിൽ 7-ാം വാർഡിൽ ഒരു പുതുമുഖമായി മത്സരിക്കുകയും അന്ന് അതിന് മുമ്പ് LDFിൽ നിന്ന് ആ വാർഡ് പിടിച്ചെടുത്തുകൊണ്ട് 5 വർഷക്കാലം മാവൂർ പഞ്ചായത്തിനെ പിന്നെ ആദ്യമായിട്ട് പഞ്ചായത്ത് UDF ഏറ്റെടുത്ത വർഷം കൂടിയാണ്. അതിൽ ഒരു ഭാഗവാക്കാവാനും കഴിഞ്ഞു. അങ്ങനെ പിടിച്ചെടുത്ത വാർഡാണ് 7-ാം വാർഡ്. എന്തോ ഒരു പെസകൊണ്ട് കഴിഞ്ഞ തവണ അത് UDFിൽ നിന്നും കൈമോശം വന്നു പോയി. ആ തവണ ഞാൻ മത്സരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിലെ 7-ാം മാവൂർ ഡിവിഷനിൽ പെട്ട ഒരു വാർഡാണ് ഞാനിപ്പോൾ മത്സരിക്കുന്ന 7-ാം വാർഡ്. ആ 7-ാം വാർഡിൽ എനിക്ക് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയായ എനിക്ക് 197 വോട്ട് ലീഡ് തന്നിട്ടുണ്ട്. എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ 7-ാം വാർഡിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നെ പിന്തുണച്ചിട്ടും എന്നെ സ്നേഹിക്കുകയും എൻ്റെ എല്ലാവിധ പൊതുപ്രവർത്തനങ്ങൾക്കും എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാർഡിലെ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. പ്രചരണം എവിടെ എത്തി? ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? പ്രചരണ രംഗത്ത് ഈ വാർഡിലെ മുഴുവൻ വീടുകളിലും ഒരു തവണ കയറി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ വളരെ നല്ല ഒരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം, പ്രതീക്ഷ ഉള്ളത്. ജനങ്ങൾ എന്നോട് കാണിക്കുന്ന ആ സ്നേഹവും വാത്സല്യവും മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഏറെ വർദ്ധിച്ചതായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. എന്തെല്ലാം വികസന പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? വികസന പോരായ്മകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2010 ഞാൻ മത്സരിക്കുമ്പോൾ ആ വാർഡ് വളരെയധികം പിന്നോക്കാവസ്ഥയിലായിരുന്നു. ആ 5 വർഷം ഒരു വികസനത്തിൻ്റെ കുതിപ്പ് തന്നെ മാവൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് തുടർന്നുണ്ടായ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എനിക്ക് ആ വാർഡിൽ നിന്നും പിന്തുണ. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷം
ഇടതുപക്ഷ മെമ്പർ ആയിരുന്ന 5 വർഷക്കാലം ആ വാർഡ് വളരെയധികം പിന്നോക്കം പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അവിടെയുള്ള ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാർഡ് ഒരു മാറ്റം ആഗ്രഹിക്കുകയും പുതിയ നിലവിലെ UDF ഭരണം പഞ്ചായത്ത് ഭരണത്തിൽ ഒരു പങ്കാളിത്തം വഹിക്കുന്നതോടുകൂടി വാർഡിൽ പല മാറ്റങ്ങളും ഞാൻ മെമ്പറായിരുന്ന കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു വൃദ്ധസദനം അവിടെ കാട് പിടിച്ച് കിടക്കുക. ഇപ്പോൾ പിന്നെ ആദിവാസി ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. അത് ഒരു പകൽ വീടാക്കി മാറ്റി ഒരു വാർഡിലെ പ്രായം ചെന്ന ആളുകൾക്ക് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ പരിചരിക്കാനും അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് ഉല്ലാസത്തോടു കൂടി നിൽക്കാനും ഒരു ആശ്രയ കേന്ദ്രമാക്കി മാറ്റണം എന്നൊരു ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ പല വികസന ആശയങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. അതെല്ലാം ആ വാർഡിൽ ജനങ്ങൾക്കറിയാം. ജനങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിസ്ഥാന മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനായിരിക്കും? ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വാർഡിലെ അടിസ്ഥാന മേഖലയിൽ എന്ന് പറഞ്ഞാൽ പശ്ചാത്തല മേഖലയിൽ കുറേ കൂടി പിന്നെ ചെറിയ റോഡുകൾ അത്യാവശ്യമാണ്. നിലവിലുണ്ടായിരുന്ന കഴിഞ്ഞ കാലത്ത് ആറ് പുതിയ റോഡുകൾ എൻ്റെ കാലത്ത് ഉണ്ടാക്കിയിരുന്നു. ആ റോഡുകളിൽ ഒന്നും തന്നെ ഈ കഴിഞ്ഞ 5 വർഷം ഒരു പൈസ പോലും മെമ്പറുടെ സാന്നിധ്യത്തിൽ വെക്കാൻ സാധിച്ചിട്ടില്ല. അത്തരം റോഡുകളെല്ലാം ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്ത് നന്നാക്കണമെന്നും അതോടൊപ്പം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അതോടൊപ്പം ജനങ്ങളുടെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പഞ്ചായത്ത് ഭരണം UDF നിലനിർത്തും. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? കഴിഞ്ഞ 2010 മുമ്പ് 40 വർഷക്കാലത്തോളം മാവൂർ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുത്തക പഞ്ചായത്തായിരുന്നു. ഗോളിയോറയൻസ് മാവൂരിൽ ഗോളിയോറയൻസിൻ്റെ പ്രതാപകാലത്ത് വളരെയേറെ വരുമാനം, കോടിക്കണക്കിന് രൂപയുടെ പ്രതിമാസ വരുമാനം ഉള്ള ഒരു പഞ്ചായത്ത്, പ്രതിവർഷ വരുമാനമുള്ള ഒരു പഞ്ചായത്തിൽ ആ കാലത്തെ ഇടതുപക്ഷ ഭരണത്തിൽ പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ UDF അധികാരത്തിൽ വരുമ്പോൾ ഗോളിയോറയൻസ് അടഞ്ഞ് അധ്യായമായി. എന്നിട്ട് പോലും വളരെ ചുരുങ്ങിയ വരുമാന മാർഗമായിട്ട് പോലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതിന് ഒരു തുടർച്ച ഷോപ്പിംഗ് കോംപ്ലക്സ്, അതുപോലെ തന്നെ മാവൂർ ബസ് സ്റ്റാൻഡ്, സ്വന്തമായിട്ടൊരു പഞ്ചായത്ത് ഓഫീസ് തന്നെ പഞ്ചായത്തിന് ഇല്ലായിരുന്നു. അതായത് വായനശാലയുടെ മുകളിൽ താൽക്കാലികമായിട്ട് തയ്യാറാക്കിയിരുന്ന പഞ്ചായത്തിലാണ് ഭരണ സംവിധാനം ഉണ്ടായിരുന്നത്. അത് മാവൂർ ടൗണിലേക്ക് മാറ്റിക്കൊണ്ട് നല്ല ഒരു ഓഫീസ് സമുച്ചയവും ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് സ്റ്റാൻഡും അതോടൊപ്പം ഒരു കല്യാണ മണ്ഡപവും വളരെ നല്ല എല്ലാ സൗകര്യങ്ങളോടും കല്യാണ മണ്ഡപവും ഈ 10 വർഷത്തിനിടയിൽ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് മാവൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കുവാൻ UDF ഭരണസമിതി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭരണത്തിലും നല്ല ഒരു കാഴ്ചപ്പാടുള്ള ഒരു സംവിധാനം മാവൂരിൽ വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. UDFൻ്റെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ് ജനങ്ങളെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഞങ്ങളോട് തുടർന്ന് മതിയായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക്സ്. ഞങ്ങളോടൊപ്പം മാവൂർ പഞ്ചായത്ത് 7ാം വാർഡ് BJP സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നു. എൻ്റെ പേര് ഹരിനാരായണൻ എന്നാണ്. ഞാൻ മാവൂർ പഞ്ചായത്തിലെ കണ്ണിപറമ്പ് 7ാം വാർഡിലെ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു മത്സര രംഗത്തിലേക്ക് ഇറങ്ങുന്നത്. ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? നമ്മളധികം സോഷ്യൽ സർവീസ്, സേവാഭാരതി എന്നുള്ള അങ്ങനത്തെ സോഷ്യൽ സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഈ കൊറോണ എന്ന ഒരു സമയം വന്ന സമയത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവർക്ക് ആവശ്യമായ പലവിധ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇവിടെ എത്തുന്നില്ല എന്നുള്ളൊരു മനസ്സിലാക്കി. സർക്കാരിൻ്റെ പരാജയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണക്കാരിലേക്ക് എത്തിച്ചേരേണ്ട ഒട്ടുമിക്ക പദ്ധതികളും നമ്മുടെ ഈ വാർഡിൽ എത്തിച്ചേർന്നിട്ടില്ല. അതെല്ലാം മനസ്സിലാക്കിയതോടുകൂടി ഈ പ്രാവശ്യം മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ളൊരു പ്രവണത ഉണ്ടായി. അപ്പോൾ അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് മത്സരരംഗത്തേക്ക് വരുന്നത്. നിലവിൽ വാർഡിൽ UDF LDF മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ മാറി എന്തെല്ലാം വികസന പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഏറ്റവും ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയൊക്കെയാണ്? എല്ലാവർക്കും പറയാനുള്ളത് ഒന്ന് മെയിനായിട്ട് നമ്മൾ ആദ്യത്തെ കുടിവെള്ള പദ്ധതിൻ്റെ ആണ് ഒന്ന് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ പല പദ്ധതികൾ പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. ആലക്കുള്ള അതൊന്നും നമുക്ക് എത്തുന്നില്ല, അറിയുന്നില്ല എന്നുള്ള ഗ്രാമസഭ കൂടാത്തതിൻ്റെ പോരായ്മകൾ. സാധാരണക്കാരനായുള്ള ജനങ്ങളിലേക്ക് ആനുകൂല്യം എത്താനുള്ള ചെറിയ വഴികൾ അവരുടെ ഭാഗത്തുനിന്ന് തീരെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ, ഒട്ടുമിക്ക സ്ട്രീറ്റ് ലൈറ്റുകളും വെച്ച് പോകാമെന്നല്ലാതെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ തീരുമാനങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അതെല്ലാമാണ് ജനങ്ങളെ ഇപ്രാവശ്യം നമ്മൾ മുന്നിൽ വെക്കുന്നത്.
ഒരു വളരെ കറക്റ്റാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പലപ്പോഴും വീടുകളിലേക്ക് ലഭിക്കുന്നില്ല. ഇതിനെന്തെങ്കിലും പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? നമ്മൾ ജനങ്ങളിൽ ഒരാളായി വന്നിട്ട് അവരെ കൂടെ നിന്ന് അവർക്ക് വേണ്ട പദ്ധതികൾ എത്തിക്കാം എന്നുള്ളൊരു ആശയമാണ് അതിന് മനസ്സിലുള്ളത്. നമ്മൾ പല ആൾക്കാരും പറയുന്ന പോലെ ഓഫർ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാതെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യാമെന്നുള്ളൊരു വിശ്വാസമാണുള്ളത്. അടിസ്ഥാന മേഖലയിൽ എത്രത്തോളം പുരോഗതി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ റോഡ് വികസനം, അതുപോലെ തന്നെ കുടിവെള്ളം. വികസനം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഇതിലാണ്. പല മേഖലകളിൽ എത്തിയിട്ട് തന്നെ ഇല്ല. റോഡിൻ്റെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഫണ്ട് പാസ്സാവുന്നുണ്ട്. ഒരുപാട് കുന്നുകളാണ് ഈ അതെ, കുന്നുകൾ, വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണിയുള്ള ഏരിയകളുണ്ട് അവിടെ. അപ്പോൾ അവിടേക്ക് ഡ്രൈനേജ് സംവിധാനങ്ങളില്ല. റോഡിൻ്റെ അത് സൈഡ് കൂടെയുള്ള വെള്ളം ഒലിച്ചു വന്ന് വീടുകളിലേക്ക് എത്തുന്ന അവസ്ഥകളുണ്ട്. ഡ്രൈനേജ് സംവിധാനം പോരായ്മ തന്നെയാണ് അവിടെ. അപ്പോൾ അതുപോലെ തന്നെ പൈസ പാസ്സാവുന്നുണ്ട്, പക്ഷേ വേണ്ട രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാധ്യത എത്രത്തോളം? ജനങ്ങൾക്ക് മാറ്റം ആവശ്യമുണ്ട്. ജനങ്ങൾ അംഗീകരിച്ച് നമ്മളെ വിജയിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. മാറ്റം എന്തായാലും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ്. എന്തായിരുന്നാലും ഞങ്ങളോട് തുടർന്നതിന് അതിയായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു.